നമസ്കാരം. ധനുഷ് സ്പേസ് ടിപ്സിലേക്ക് സ്വാഗതം. പ്രീവിയസ് ക്വസ്റ്റ്യൻ സീരീസിൽ നിന്ന് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് എന്ന് പറയുന്നത് 68/2022 ആണ്. LGS എക്സാം എഴുതുന്നവർക്കും LDC എഴുതുന്നവർക്കും മറ്റ് കേരള PSC എക്സാംസ് എഴുതുന്ന എല്ലാവർക്കും വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കണ്ടൻറ്റാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ ഉത്തരങ്ങൾ, അനുബന്ധ ഫാക്ട്സും അടങ്ങിയ ഒരു കണ്ടൻറ്റാണ്. അപ്പോൾ ഇപ്പോഴത്തെ PSC ട്രെൻഡ് വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അനുബന്ധ ഫാക്ട്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഉത്തരങ്ങൾ പഠിക്കുന്നത് കൂടെ തന്നെ ഉത്തരങ്ങൾ വീണ്ടും അതിനെ ഒന്നുകൂടി കീറി മുറിച്ച് പഠിക്കുന്നതാണ് നമ്മുടെ ശൈലി വരേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസിന് അനുബന്ധ ഫാക്ട്സ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻറ്റാണ് ഞാനിന്നിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഏകദേശം ഒരു 11 ക്വസ്റ്റ്യൻ കഴിയുമ്പോൾ 10 ക്വസ്റ്റ്യൻസ് ഇവിടെ കറണ്ട് അഫെയർ അത് കഴിയുമ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് ഫാക്ട്സ് പറയാൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ആൻസർ ഹൃദയരാഗങ്ങൾ. ജോർജ് ഓണക്കൂർ എഴുതിയ ഏത് കൃതിക്കാണ് 2021 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? ഹൃദയരാഗങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാഹിത്യ പുരസ്കാരം ഏത് തന്നെയാണ്? കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമാണ്. ആദ്യം ലഭിച്ചത് ആർക്കായിരുന്നു? ഡോക്ടർ രാധാകൃഷ്ണൻ. 1968 ലഭിക്കുന്നത്. നെക്സ്റ്റ്, ആദ്യം ലഭിക്കുന്ന മലയാളി ആര് തന്നെയാണ്? വൈക്കം മുഹമ്മദ് ബഷീറാണ്. 70 ഇനി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ മലയാള നോവൽ ഏതാണ്? ചെമ്മീനാണ്. ആരുടേത്? തകഴിയുടെയാണ്. നെക്സ്റ്റ് വൺ, ഇവരിൽ ആർക്കാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിച്ചത്? ആൻസർ TP ഔസേപ്പ്. TP ഔസേപ്പിനാണ് 2021 ദ്രോണാചാര്യ അവാർഡ് ലഭിക്കുന്നത്. ദ്രോണാചാര്യ അവാർഡ് എന്തിനു വേണ്ടിയുള്ളതാണ്? എന്തിനു വേണ്ടി കൊടുക്കുന്നതാണ് ദ്രോണാചാര്യ അവാർഡ്? കായിക മേഖലയിൽ ലഭിക്കില്ലേ? കായിക മേഖലയിൽ കൊടുക്കുന്ന അവാർഡാണെന്ത്? ദ്രോണാചാര്യ അവാർഡ് അല്ലേ? കായിക മേഖലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. നെക്സ്റ്റ് വൺ, ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം ഏതാണ്? ജഡായുവാണ് ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം. അതെവിടെയാണ് സ്ഥലം? ജഡായു പാർക്ക് എന്ന് പറയുന്നത്. അതെവിടെയാണ് സ്ഥലം? ചടയമംഗലം. ജഡായു പാർക്ക് ചടയമംഗലമാണ് സ്ഥലം. ചടയമംഗലം കൊല്ലം ജില്ല. ചടയമംഗലം. ഇനി ഇതിന് രൂപകൽപ്പന ആരായിരുന്നു? രാജീവ്. ചടയമംഗലമാണ് ജഡായു പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചടയമംഗലത്താണ്. അപ്പോൾ കൊല്ലം ജില്ലയാണ്. ഇതിൻ്റെ രൂപകൽപ്പന നടത്തിയത് ആരാണ്? രാജീവാണ്. രാജീവ് അഞ്ചൽ ആണ്. ഇനി ഇതിൻ്റെ അംബാസഡർ സുരേഷ് ഗോപിയാണ്. ഓക്കെ. ജഡായു പാർക്ക്, ജഡായു എന്നത് എന്താണ്? പക്ഷിശില്പമാണെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, ലോകത്തിലാദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം. ലോകത്തിലാദ്യമായി പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം ഏതാണ്? ഓപ്ഷൻ ബി, കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. നെക്സ്റ്റ്, കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി ആരാണ്? സജി ചെറിയാൻ. നെക്സ്റ്റ് വൺ, നിലവിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇവിടെ അഡ്വക്കേറ്റ് MK സക്കീർ എന്നാണ് ആൻസർ. എങ്കിൽ ഇപ്പോൾ ഡോക്ടർ MR ബൈജു അദ്ദേഹത്തിനെ ശുപാർശ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി വരുന്ന കറണ്ട് അഫെയർ നമുക്കത് കാണാൻ സാധിക്കും. ഡോക്ടർ MR ബൈജുവിനെ ശുപാർശ ചെയ്തതായി കാണുന്നുണ്ട്. നെക്സ്റ്റ് വൺ, എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? എത്ര ജില്ലാ സഹകരണ ബാങ്കുകളെ സംയോജിപ്പിച്ചാണ് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് രൂപീകരിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 13 ബാങ്കുകൾ. നെക്സ്റ്റ് വൺ, അന്ന ബെന്നിന് 2021 ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡാണ് ലഭിച്ചത്. ഒരു 11 മുതലാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ഫാക്ട്സ് പറയുന്നത്. ഇത് കറണ്ട് അഫെയർസ് ഏറ്റവും കൂടുതൽ വന്നേക്കുന്നത്. നെക്സ്റ്റ് 10. ഡോക്ടർ ശോശാമ്മ അയ്യപ്പിന് 2022 പത്മശ്രീ പുരസ്കാരം ഏത് വിഭാഗത്തിലെ സേവനത്തിലാണ് ലഭിച്ചത്? ആൻസറോട് ഓപ്ഷൻ ഡി ആണ്, മറ്റുള്ളവ എന്നാണ്. നെക്സ്റ്റ് വൺ, കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത് ഏത് വർഷത്തിലാണ്? കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് എന്ന നാമം സ്വീകരിച്ചത്
ആ പേര് വന്നതെന്നാണ് 2002 വന്നേക്കുന്നത്. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവയോൺമെൻറ്റ് ആണ് 2002. നെക്സ്റ്റ് വൺ നോക്കാം. ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ഏതെല്ലാം? ഭൂമിയുടെ വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ധാതുക്കൾ ആരെല്ലാം? ആൻസർ അലൂമിനിയം, സിലിക്ക എന്നിവയാണ്. അലൂമിനിയം, സിലിക്കയാണ് ആൻസർ. ഇനി ഭൂമിയുടെ അതായത് ഭൂവൽക്കം എന്ന് പറയുമ്പോൾ രണ്ട് തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? വൻകര ഭൂവൽക്കവുമുണ്ട്, അതുപോലെ സമുദ്ര ഭൂവൽക്കമുണ്ട്. വൻകര ഭൂവൽക്കമുണ്ട്, സമുദ്ര ഭൂവൽക്കമുണ്ട്. വൻകര ഭൂവൽക്കത്തിൽ അടങ്ങിയിരിക്കുന്ന ഏതൊക്കെയാണ്? സിലിക്കയും അതുപോലെ അലൂമിനിയമാണ്. സിലിക്കയും അലൂമിനിയം ആണ്. അതുകൊണ്ട് സിയാലെന്ന് അറിയപ്പെടുന്നു. അതുപോലെ ഇവിടെ സമുദ്ര ഭൂവൽക്കത്തിൽ എന്തൊക്കെ കാണപ്പെടാം? സിലിക്കയും ഉണ്ട്, മഗ്നീഷ്യവും ഉണ്ട്. അതുകൊണ്ട് ഇവയെ സിമയെന്നും അറിയപ്പെടുന്നു. ഇവിടെ വൻകര ഭൂവൽക്കത്തിൽ സിലിക്കയും അലൂമിനിയം ആണെങ്കിൽ സിയാലെന്നും, സമുദ്ര ഭൂവൽക്കത്തിൽ മഗ്നീഷ്യവും സിലിക്കയും ആയതുകൊണ്ട് സിമയെന്നും അറിയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ. താഴെ തന്നിരിക്കുന്നവയിൽ അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? അവസാദശിലയ്ക്ക് ഉദാഹരണമല്ലാത്തത് ഏതാണ്? ആൻസർ ബസാൾട്ടാണ്. ബസാൾട്ട് ഒരു ആഗ്നേയശിലയാണ്. ബസാൾട്ട് എന്തൊരു ഉദാഹരണമാണ്? ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം, അതായത് ബാഹ്യജാത ശിലയാണ്. ആഗ്നേയശിലയ്ക്കകത്ത് 2 ഡിവിഷൻസ് 2 വരുന്നുണ്ട്. അതിലൊന്ന് ബാഹ്യജാത ശിലയാണ്. അന്തർവേദ ശിലയെന്നും ബാഹ്യജാത ശിലയെന്നും ആഗ്നേയശിലയ്ക്ക് ഡിവിഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ബാഹ്യജാത ശിലയാണ്, ആഗ്നേയശിലയ്ക്കകത്തുള്ള ബാഹ്യജാത ശിലയ്ക്ക് ഉദാഹരണമാണിത് ബസാൾട്ട് എന്ന് പറയുന്നത്. ആഗ്നേയശില അല്ലെങ്കിൽ അവസാദശില എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്? അതായത് പ്രകൃതി ശക്തികളെ, കാറ്റ്, ഒഴുക്കുവെള്ളം, ഹിമാനികൾ ഇവയുടെയൊക്കെ പ്രവൃത്തി കൊണ്ട് ഉണ്ടാകുന്ന അവസാദങ്ങൾ അടിഞ്ഞുകൂടി ഉണ്ടാകുന്നതാണ് എന്ത്? അവസാദശിലകൾ. അവസാദശിലയ്ക്ക് മറ്റൊരു പേരുണ്ട്, അടുക്ക് ശിലകൾ എന്ന് പറയാറുണ്ട്, ജലകൃത ശിലകൾ എന്ന് പറയാറുണ്ട്. അടുക്ക് ശില, ജലകൃത ശിലകൾ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ അവസാദശിലയുടെ ഇടയ്ക്ക്, ശിലാപാളിക്കിടയ്ക്ക് കാണപ്പെടുന്ന അവശിഷ്ടങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ഫോസിൽ എന്നാണ് പറയുക. അങ്ങനെ വരുമ്പോൾ ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ ഏതാണ്? അവസാദശിലകളാണ്. ഓക്കെ, ഫോസിൽ ഇല്ലാത്ത ശിലകളപ്പോൾ ഏതാണ്? ആഗ്നേയശിലയുമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ. ഐക്യരാഷ്ട്ര സംഘടന എല്ലാ വർഷവും ലോക മണ്ണ് വർഷമായി ആചരിക്കുന്നത് എന്നാണ്? ലോക മണ്ണ് വർഷമായി ആചരിക്കുന്നത് എന്നാണ്? ഡിസംബർ 5 ലോക മണ്ണ് വർഷം. ഡിസംബർ 5 ഇവിടെ എൻ്റെ ആൻസർ ഇല്ല. ഡിസംബർ 5 എന്ത്? ലോക മണ്ണ് വർഷം. അന്താരാഷ്ട്ര മണ്ണ് വർഷം എന്നാണ്? 2015 2015 അന്താരാഷ്ട്ര മണ്ണ് വർഷം. ലോക മണ്ണ് ദിനം എന്നാണ് ഡിസംബർ 5. അന്താരാഷ്ട്ര മണ്ണ് വർഷം ഏതാണ് UN ആചരിക്കുന്നത്? 2015. മണ്ണിനെക്കുറിച്ചുള്ള പഠനം എന്ത് തന്നെയാണ്? പെഡോളജിയാണ് അല്ലേ? പെഡോളജി രൂപം കൊള്ളുന്നത് പെഡോജെനിസിസ് എന്നും പറയാറുണ്ട് അല്ലേ? പെഡോളജി, മണ്ണിനെക്കുറിച്ചുള്ള പഠനം, പെഡോളജിയാണ്. പെഡോജെനിസിസോ ജെനിസിസ് മണ്ണ് രൂപം കൊള്ളുന്നതിനെക്കുറിച്ച് പഠിക്കുന്നതാണെന്ത്? രൂപം കൊള്ളുന്നതാണെന്ത്? പെഡോജെനിസിസ് എന്ന് പറയും. നെക്സ്റ്റ് വൺ. താഴെ തന്നിരിക്കുന്നവയിൽ മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണം ഏതാണ്? മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. ബിയും സിയുമാണ്. അതായത് ആൽപ്സും ഉണ്ട്, അറ്റ്ലസും ഉണ്ട്. ആൽപ്സും അറ്റ്ലസും വരുന്നുണ്ട്. മടക്ക് പർവ്വതനിരയ്ക്ക് ഉദാഹരണം ഏതാണ്? ആൽപ്സും അറ്റ്ലസുമാണ്. അത് ഹിമാലയം, റോക്കീസ്, ആൻഡീസും ആൽപ്സും ഒക്കെ എന്താണ്? മടക്ക് പർവ്വതങ്ങളാണ്. ഹിമാലയം, റോക്കീസ്, ആൽപ്സ്, അറ്റ്ലസും ഒക്കെ എന്താണ്? മടക്ക് പർവ്വതങ്ങളാണ്. നെക്സ്റ്റ് വൺ. കനത്ത മഴയെ തുടർന്ന് പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്നു വരുന്ന പ്രതിഭാസം ഏതാണ്? ആൻസർ എന്താണ്? മലവെള്ളപ്പാച്ചിൽ. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ജനസംഖ്യയുള്ള സംസ്ഥാനം ഏതാണ്? UP. 1,00,000-ലധികം 10 ലക്ഷവും താഴെയും ജനസംഖ്യയുള്ള നഗരങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ സി, നഗരമാണ്. ഇതൊക്കെ SCR ടെക്സ്റ്റിനകത്ത് ഉള്ളതാണ്. ഇന്ത്യയിൽ ശരത്കാലം അനുഭവപ്പെടുന്ന കാലഘട്ടം ഏതാണ്? സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ് ശരത്കാലം
അനുഭവപ്പെടുന്ന കാലഘട്ടം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. ശരത്കാലം സെപ്റ്റംബർ മുതൽ ഒക്ടോബർ വരെയാണ്. ശരത്കാലം എപ്പോഴാണ്? സെപ്റ്റംബർ ടു ഒക്ടോബർ ആണ്. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? അരി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്നത് ഏതാണ്? ആൻസർ ലഡാക്കും സസ്കറുമാണ്. അതായത് കാരക്കോറം, ലഡാക്ക്, സസ്കർ ഇത് മൂന്നും അടങ്ങിയതാണ് എന്ത്? ട്രാൻസ് ഹിമാലയം. അതായത് കാരക്കോറം എന്ന് പറയുന്നതും, കാരക്കോറം നിരകൾ, അതുപോലെ ലഡാക്കും സസ്കറും കൂടി അടങ്ങിയതാണെന്ത്? ട്രാൻസ് ഹിമാലയം എന്ന് പറയുന്നത്. അതായത് ഹിമാലയത്തിൻ്റെ 3 സമാന്തരമായ പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിമാലയം നമ്മൾ മാത്രം എടുത്താൽ ഹിമാലയത്തിൻ്റെ സമാന്തര പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും അല്ലേ? ഹിമാദ്രിയും ഹിമാചൽ, സിവാലിക്ക്. ട്രാൻസ് ഹിമാലയം എന്ന് പറയുമ്പോൾ അതെന്താണ്? ട്രാൻസ് ഹിമാലയം എന്ന് പറയുമ്പോൾ അതായത് ഉത്തരപർവ്വത മേഖലകളിൽ 3 ഭാഗമുണ്ട്. ഇതൊക്കെ ഒന്ന് ട്രാൻസ് ഹിമാലയം, മറ്റൊന്ന് ഹിമാലയൻ നിരകൾ, അടുത്തത് എന്തായിരുന്നു? വടക്ക് കിഴക്കൻ മലനിരകൾ. 3 എണ്ണം ഉള്ളത്. ഏതൊക്കെ? ട്രാൻസ് ഹിമാലയം, ഹിമാലയൻ നിരകൾ, ദെൻ വടക്ക് കിഴക്കൻ നിരകൾ. അതിനകത്ത് ട്രാൻസ് ഹിമാലയത്തിൽ വരുന്നതാണ് ഇത്? കാരക്കോറും സസ്കറും ലഡാക്കും എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് ചോദിച്ചേക്കുന്നില്ല. താഴെ തന്നിരിക്കുന്നവയിൽ ട്രാൻസ് ഹിമാലയത്തിൽ ഉൾപ്പെടുന്ന ആരൊക്കെയാണ് അല്ലേ? ഇവിടെ ലഡാക്ക്, സസ്കർ മാത്രം ഒന്നിച്ച് കിടന്നുകൊണ്ട് അങ്ങനെ ആൻസർ വന്നിട്ടുള്ളത്. ഓക്കെ, കാരക്കോറും സസ്കറും ലഡാക്കും കൂടെ ഒന്നിച്ച് വരുന്നതാണ് എന്ത്? ട്രാൻസ് ഹിമാലയത്തിൽ വരുന്ന കാര്യങ്ങൾ. ഇനി ഹിമാലയത്തിൻ്റെ 3 സമാന്തര പർവ്വതനിരകൾ ഏതൊക്കെയാണ്? ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും. ഏറ്റവും ഉയരം കൂടിയത് ആരായിരുന്നു? ഉയരം കൂടിയത് ഹിമാദ്രി അല്ലേ? നമുക്ക് എപ്പോഴും പഠിക്കുന്ന ഹിമാദ്രിയാണ്. നട്ടെല്ലെന്ന് പറയുന്നത് ആരാണ്? ഹിമാദ്രിയാണ്. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്ക് ഹിമാലയത്തിൻ്റെ സമാന്തര നിരകളാണ് 3 എണ്ണം. ഒന്ന് ഓർത്തിരിക്കുക, വെറുതെ ഓർത്തിരിക്കുക. ഹിമാദ്രി ഏറ്റവും വലുത്. ഓക്കെ, നെക്സ്റ്റ് വൺ. താഴെ പറയുന്നവയിൽ അവകാശ പത്രികയിൽ ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരായിരുന്നു? അവകാശ പത്രിക ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ് ആരാണ്? അവകാശ പത്രിക വില്യംസ് മൂന്നാമനാണ് അവകാശ പത്രിക ഒപ്പുവെച്ച ബ്രിട്ടീഷ് രാജാവ്. ഓക്കെ, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ ഓഫീസർ ആരാണ്? വിശ്വാസ് മേത്ത. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാകയുടെ അളവ് എത്രയാണ്? ഓപ്ഷൻ സി 450 × 300 ആണ് പതാകയുടെ അളവ്. VVIP വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന പതാക അളവ് 450 × 300 ആണ്. നെക്സ്റ്റ് വൺ, പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് പരാമർശിക്കുന്ന മതപരമായ ബോധനം നൽകുവാൻ പാടില്ല എന്ന് പരാമർശിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏതാകുന്നു? ആൻസർ 28(1) യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല. ഇവിടെ നോക്കണം, പൂർണ്ണമായും രാഷ്ട്രത്തിൻ്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലുമാണ് മതപരമായ ബോധനം നൽകുവാൻ പാടുള്ളതല്ല എന്ന് ഭരണഘടന പറയുന്ന അനുച്ഛേദം ഏതാണ്? 28.28(1) ഓക്കെ. എന്നാൽ മതപരമായ ബോധനം കൊടുക്കാനുള്ള അവകാശം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അനുച്ഛേദം ഏതാണ്? സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിട്ടുള്ള അനുച്ഛേദം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 293 ആണ്. അടുത്തത്, തന്നിരിക്കുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ സ്ഥാനം നിർവഹിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് ഗോപാൽ ബല്ലവ് പട്ടനായിക് അല്ലേ? രംഗനാഥ് മിശ്ര ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ്. വിവരാവകാശ അപേക്ഷ നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? നിരസിക്കുവാൻ നിർദ്ദേശിച്ചിരിക്കുന്ന വിവരാവകാശ വകുപ്പ് ഏതായിരുന്നു? ആൻസർ ഓപ്ഷൻ എ 8 ആണ് അല്ലേ?
2005 വർഷം ഓർത്തിരിക്കുക അല്ലേ, എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് വൺ, ഭരണകൂടത്തിനും രാഷ്ട്രത്തിനും അവയെ സൃഷ്ടിക്കുകയും അവയ്ക്ക് കീഴിൽ ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരുടെ താല്പര്യങ്ങൾക്കപ്പുറം ഒരു ലക്ഷ്യവുമില്ല എന്നീ വാക്കുകൾ ഏത് സ്വാതന്ത്ര്യ സമരകാലത്ത് ഉയർന്നു വന്നതാകുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരകാലത്ത്, അമേരിക്ക. നെക്സ്റ്റ് വൺ, ശിശുവിന് വാത്സല്യം, സ്വാതന്ത്ര്യം, സമാധാനം, സംഭാവന, സഹാനുഭൂതി എന്നിവയിലൂന്നിയിട്ട് വ്യക്തിത്വ വികസനം ഉറപ്പുവരുത്തുവാൻ മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ടെന്ന് പ്രഖ്യാപിച്ച UN പ്രമേയം അവതരിപ്പിക്കപ്പെട്ട വർഷം? ശിശുവിന് മാതാപിതാക്കൾക്കുള്ള ബോധനമാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1989 നവംബർ 20 ശിശുവിന് വാത്സല്യം തുടങ്ങിയവ കുറിച്ചിട്ട് അല്ലേ, മാതാപിതാക്കൾക്കും സമൂഹത്തിനും ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് വരുന്നത്. UN പ്രമേയം അവതരിപ്പിച്ചത് എന്നാണ്? 1989 നവംബർ 20. നെക്സ്റ്റ് വൺ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നത് എന്താണ്? ഒരു ചെയർപേഴ്സൺ 2 അംഗങ്ങളും അടങ്ങിയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് അല്ലേ. 93 ആണ് ഇയർ. നെക്സ്റ്റ് വൺ, ഇൻ്റർനാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ്? കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം എന്നാണ്? ഓപ്ഷൻ സി 1885 ആണ്. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ. ഓപ്ഷൻ ഡി, ചമ്പാരൻ സത്യാഗ്രഹമാണ് നടത്തിയ സത്യാഗ്രഹം അല്ലേ. വർഷം 1917 ചമ്പാരൻ സത്യാഗ്രഹം അല്ലേ. ഇനി വരുന്നത് നിരാഹാര സത്യാഗ്രഹം എന്നായിരുന്നു ആദ്യത്തത്? 1918 അത് ഏതാണ്? അഹമ്മദാബാദ് നിരാഹാര സത്യാഗ്രഹം അല്ലേ, അഹമ്മദാബാദ് സമരമാണത്. ഓക്കെ, അഹമ്മദാബാദ് അല്ലേ, തൊഴിലാളി മിൽ സമരം എന്നൊക്കെ പറയുന്നത് അതാണ്. നിരാഹാര സത്യാഗ്രഹം 18 18 വേറൊന്നും കൂടി ഉണ്ട്, ഏതായിരുന്നത്? ഖേദ, അതും 18 അല്ലേ. അത് ഗുജറാത്ത് ജില്ലയിൽ നടന്ന, ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി അല്ലേ അവിടെ നടന്ന, ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി നടത്തിയ സമരമാണ് ഖേദ സത്യാഗ്രഹം. 17 ചമ്പാരൻ ഫസ്റ്റ് സത്യാഗ്രഹം. നിരാഹാര സത്യാഗ്രഹമാകത്തത് ഏതാണ്? അഹമ്മദാബാദ് സത്യാഗ്രഹം, അത് 18 ഓക്കെ. 18 തന്നെ വേറെണ്ണമുണ്ട്, അതായിരുന്നു ഖേദ, ഗുജറാത്തിലെ കർഷകർക്ക് വേണ്ടി നടത്തിയത്. നെക്സ്റ്റ് വൺ, ഇന്റർനാഷണൽ കോൺഗ്രസിൻ്റെ 1929 ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ലാഹോർ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ജവഹർലാൽ നെഹ്റു അല്ലേ. ഇതെന്തായിരുന്നു? പൂർണ്ണ സ്വരാജ് എന്ന വാക്കിൽ പൂർണ്ണ സ്വരാജ് ആയിരുന്നു കോൺഗ്രസിൻ്റെ ലക്ഷ്യം. പൂർണ്ണ സ്വരാജ് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം. 29 ലാഹോർ സമ്മേളനം, ജവഹർലാൽ നെഹ്റു, അതുപോലെ എന്താണ്? പൂർണ്ണ സ്വരാജാണ് ലക്ഷ്യം, ഓർത്തിരിക്കുക. ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? ആൻസർ ഫസൽ അലിയാണ് അതിൻ്റെ അധ്യക്ഷൻ. ആരൊക്കെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു? സർദാർ KM പണിക്കറും HN ഖുൻസ്രു. സർദാർ KM പണിക്കരും HN ഖുൻസ്രുവും ഉണ്ടായിരുന്നു ആരുടെ കൂടെ? ഫസൽ അലിയുടെ കൂടെ ഉണ്ടായിരുന്നത്. ഇനി അത് 1953 നിയമം വരുന്നത് അല്ലേ. 56 ഭാഷാടിസ്ഥാനത്തിൽ ആ നിയമം പ്രാബല്യത്തിൽ വന്നു. 53 നിയമം വന്നിട്ടുള്ളത്. 56 ഭാഷാടിസ്ഥാനത്തിൽ ഒന്നുകൂടി അത് പ്രാബല്യത്തിൽ വന്നു. 53, 56 ഓർത്തിരിക്കുക. ഭാഷാടിസ്ഥാനത്തിൽ 56 വരുന്നേക്കെന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? വൈസ്രോയി ആരാണ്? ബംഗാൾ വിഭജനം എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് ആരെയാണ്? കഴ്സൺ പ്രഭുവിനെയാണ് ഓർക്കേണ്ടത്. വർഷം ഏതാണ്? 1905 ജൂലൈ 20. ജൂലൈ 20 ഓക്കെ. ഇനി ഇവിടെ കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയെങ്കിൽ അതിനെ റദ്ദ് ചെയ്ത ആരാണ്? ഹാർഡിഞ്ച് പ്രഭുവാണ്. റദ്ദ് ചെയ്താണ് ഹാർഡിഞ്ച് രണ്ടാമനാണ് അതിന് റദ്ദ് ചെയ്യപ്പെട്ടത് അല്ലേ. നെക്സ്റ്റ് വൺ, 1857 കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? നാനാ സാഹിബ് നേതൃത്വം കൊടുത്ത സ്ഥലം ഏതായിരുന്നു? ആൻസർ കാൺപൂർ. നാനാ സാഹിബ് കാൺപൂരാണ്. നാനാ സാഹിബ് എന്ന് പറയുമ്പോൾ കാൺപൂരാണ് സ്ഥലം. ഇവിടെ ഡൽഹിയിലെ ആരാണ്? ഡൽഹി എന്ന് പറയുമ്പോൾ ബഹദൂർ ഷാ രണ്ടാമൻ അല്ലേ. ബഹദൂർ ഷാ രണ്ടാമനാണ് ഡൽഹിയിൽ ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയാം. അവധ് അല്ലെങ്കിൽ ഔധ് എന്ന് പറയുമ്പോൾ അത് ബീഗം ഹസ്രത് മഹൽ അല്ലേ. ബീഗം ഹസ്രത് മഹലാണ്
അവധ് അല്ലെങ്കിൽ ഔധ് എന്ന് പറഞ്ഞാൽ ബീഗം ഹസ്രത് മഹലാണ്. ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിബായിയാണ് ഝാൻസിയിൽ. റാണി ലക്ഷ്മിബായിയാണ് ഝാൻസിയിൽ വരിക. റാണി ലക്ഷ്മിബായിയാണ് ഝാൻസിയിൽ. ഔധിൽ ഹസ്രത് മഹൽ ബീഗം ഹസ്രത് മഹലാണ്. അതുപോലെ കാൺപൂരിൽ ആരാണ്? നാനാ സാഹിബാണ്. അവിടെ കാൺപൂരിൽ മറ്റൊരാളും കൂടി ഉണ്ടായിരുന്നത് താന്തിയ തോപ്പിയും കൂടെ ഉണ്ട് അല്ലേ. ഇവിടുത്തെ ആൻസർ നമ്മുടെ എന്താണ്? കാൺപൂരാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, ഇൻ്റർനാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? ഇൻ്റർനാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേര് എന്തായിരുന്നു? ആൻസർ റാണി ഝാൻസി റെജിമെൻറ്റ്. റാണി ഝാൻസി റെജിമെൻ്റ് ആണ് ആൻസർ. റാണി ഝാൻസി റെജിമെൻ്റ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, അതായത് ജോൻ ഓഫ് ആർക്ക് എന്ന് പറയുന്ന ആര് തന്നെയാണ്? 1957 വിപ്ലവത്തിൻ്റെ ജോവാൻ ഓഫ് ആർക്ക്. ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഝാൻസി റാണിയാണ്. ജോവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നതും ഝാൻസി റാണിയാണ് അല്ലേ. വിപ്ലവകാരുടെ സമുന്നത ധീര നേതാവെന്നൊക്കെ പറയുന്ന ആര് തന്നെയാണ്? ഝാൻസി റാണിയാണ് അല്ലേ. മറ്റൊരു പേര് അവരുടെ എന്താണ്? മണികർണിക. മണികർണിക. ഝാൻസി റാണി, മണികർണിക, ജോവാൻ ഓഫ് ആർക്ക് എന്നൊക്കെ പറയുന്ന ആരാണ്? നമ്മുടെ ഝാൻസി റാണിയാണ്. അപ്പോൾ ആദ്യത്തെ വനിതാ വിഭാഗം റെജിമെൻ്റ് എന്നായിരുന്നു അതിൻ്റെ പേര്. ഇൻ്റർനാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിൻ്റെ പേരെന്തായിരുന്നു? ഝാൻസി റാണി റെജിമെൻ്റ് എന്നായിരുന്നു. ഇനി സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? രാജ്മഹൽ കുന്നുകൾ. രാജ്മഹൽ കുന്നുകൾ. രാജ്മഹൽ കുന്നുകൾ. ഇനി ചുവടെ കൊടുത്തിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാണ്? പത്രം ഏതായിരുന്നു? ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? മറാത്ത. അദ്ദേഹം ആരംഭിച്ച പത്രം ഏതായിരുന്നു? മറാത്ത പത്രം. സ്വരാജ്യമെൻ്റെ ജന്മാവകാശം എന്നൊക്കെ അവകാശപ്പെട്ട ആരാണ്? സ്വരാജ്യം ജന്മാവകാശം എന്ന് പറഞ്ഞ ആരാണ്? ബാലഗംഗാധര തിലകനായിരുന്നു. ഓക്കെ, അദ്ദേഹം അതായത് ഗീതാരഹസ്യം, ആർട്ടിക് ഹോം ഒക്കെ എഴുതിയതും ബാലഗംഗാധര തിലകനാണ്. ഓക്കെ, പ്രധാനപ്പെട്ടത് ഓർക്കേണ്ട പോയിന്റ് എന്താണ്? സ്വരാജ്യം എൻ്റെ ജന്മാവകാശം. സ്വരാജ്യം എൻ്റെ ജന്മാവകാശം എന്ന് പറഞ്ഞത് ആരാണ്? ശരിക്കും ബാലഗംഗാധര തിലകനാണ്. നെക്സ്റ്റ് വൺ, സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതാണ്? നമ്മുടെ ആൻസർ ഇവിടുത്തെ എന്താണ്? വിദേശ രാഷ്ട്രം എന്ന് പറയുമ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്, സോവിയറ്റ് യൂണിയൻ അല്ലേ. സോവിയറ്റ് യൂണിയൻ ആണ്. ബൊക്കാറയിൽ സോവിയറ്റ് യൂണിയൻ അല്ലേ. ഇവിടെ റൂർക്കല എന്ന് ജർമ്മനി എന്താ വരിക? റൂർക്കലയാണ്. ജർമ്മനി റൂർക്കലയാണ്. അതൊന്ന് മാത്രം ഓർക്കും, എല്ലാം കൂടി വന്നാൽ കൺഫ്യൂഷൻ ആവും. ജർമ്മനി റൂർക്കല എന്ന് ഓർക്കാം. നെക്സ്റ്റ് വൺ, സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയാണ് സൈലൻറ്റ് വാലി. സിംഹവാലൻ കുരങ്ങെന്ന് കൂടി ഓർക്കാം അല്ലേ. രാജീവ് ഗാന്ധി, ഇന്ദിരാഗാന്ധിയും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. സ്ഥാപിച്ചതും ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും ഒക്കെ വരുന്നുണ്ട്. സൈലൻറ്റ് വാലി ഓർക്കാം. വെടിപ്ലാവുകളുടെ സാന്നിധ്യമുണ്ട് അവിടെ അല്ലേ എന്നൊക്കെ ഓർക്കാം. സിംഹവാലൻ കുരങ്ങ് അതും ഓർത്തിരിക്കുക. ഇനിയും ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ കേരളത്തിലെ കിഴക്കോട്ട് പോകുന്ന നദി ഏതാണ്? കിഴക്കോട്ട് നദി ഏതാണ്? കബനി നദിയാണ് അല്ലേ. എന്തിൻ്റെ പോഷക നദിയാണ് കബനി നദി എന്ന് ചോദിച്ചാൽ നമുക്കെന്ത് പറയാം? കാവേരിയുടെ എന്ന് പറയാം അല്ലേ. കാവേരി എന്ന് പറയാം. കിഴക്കോട്ട് പോകുന്ന മറ്റു 3 നദികൾ ഏതാണ്? കബനി, ഭവാനി, പാമ്പാർ. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? ആൻസർ ചിങ്ങം 1 ചിങ്ങം 1. ചിങ്ങമാസം 1 അല്ലേ. ഓണം അടുത്ത് വരുന്നു. നെക്സ്റ്റ് വൺ, ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? കൊല്ലം ജില്ല അല്ലേ. കൊല്ലം ജില്ല വന്നപ്പോൾ ജഡായു വന്നിരുന്നു. ഇനി ചുവടെ കൊടുത്തിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ആൻസർ KM ബീനാമോൾ. നെക്സ്റ്റ്, ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം തൃശ്ശൂരാണ്. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം ഏതാണ്? തൃശ്ശൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആദ്യത്തേതാണ് ആൻസർ പള്ളിവാസൽ. ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏറ്റവും വലുത് ഏതാണ്? ഇടുക്കിയാണ് അല്ലേ. ഏറ്റവും വലുത് നമുക്കറിയാതാണ് ഇടുക്കി കാനഡ സഹായത്തിലൂടെ നിർമ്മിച്ചതാണെന്നും
നമുക്കറിയാം അല്ലേ. കാനഡ സഹായത്തോടെ നിർമ്മിച്ചതാണെന്നും അറിയാം. കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ്. രണ്ടാമത്തേത്, ഫസ്റ്റ് വൺ ഇത്, പള്ളിവാസൽ. നെക്സ്റ്റ് വൺ രണ്ടാമത്തെ ഏതാണ്? ചെങ്കുളമാണ്. രണ്ടാമത്തേത് ചെങ്കുളം എന്ന് പറയും. രണ്ടാമത്തേതാണ് ചെങ്കുളം. എന്നാൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. ഏറ്റവും വലിയ പദ്ധതി ഏതാണ്? ഇടുക്കി ജില്ലയിൽ തന്നെ കാണപ്പെടുന്നതാണ് അല്ലേ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ് കാണുന്നത്. സഹായം ആരുടെയാണ്? കാനഡ സഹായമാണ്. ഓക്കെ, അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? പള്ളിവാസൽ. 1940 ആണ് അതിൻ്റെ വർഷം അല്ലേ. ശ്രീ ചിത്രനാൾ മഹാരാജാവർമ്മ ഇല്ല, മഹാരാജാവാണ് അതിൻ്റെ നിർമ്മാണം എന്നൊക്കെ. ആ സമയത്തുള്ള രാജാവ്. 1940 ആണ് വർഷം എന്ന് ഓർത്തിരിക്കുക. ഇനി കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട്? എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ ഉണ്ട്? ആൻസർ എന്താണ്? 4 എണ്ണമാണ് ഉള്ളത്. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ആരോഗ്യ സർവകലാശാല എവിടെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് പറയാം? തൃശ്ശൂരാണ്. ആരോഗ്യ സർവകലാശാല തൃശ്ശൂരാണ്. എൻ്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയ എൻ്റെ കുമ്പളങ്ങി ആരാണ്? പ്രൊഫസർ KV തോമസ് ആണ് എൻ്റെ കുമ്പളങ്ങി. പ്രൊഫസർ KV തോമസ് ആണ് എൻ്റെ കുമ്പളങ്ങി. നെക്സ്റ്റ് വൺ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? ആൻസർ പ്രധാനപ്പെട്ടില്ല, കീഴരിയൂർ ബോംബ് കേസാണ് ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം. ക്വിറ്റ് ഇന്ത്യ സമരം എന്നാണ്? 1942 ആണ് ക്വിറ്റ് ഇന്ത്യ സമരം. 1942 ആണ് അല്ലേ. മലബാറിൽ നടന്ന കർഷക പ്രക്ഷോഭമായിരുന്നു എന്ത്? കീഴരിയൂർ ബോംബ് കേസ്. മലബാറിൽ നടന്ന കർഷക പ്രക്ഷോഭമാണെന്ത്? കീഴരിയൂർ ബോംബ് കേസ് എന്ന് പറയുന്നത് മലബാറിൽ നടന്ന കർഷക പ്രക്ഷോഭമായിരുന്നു കീഴരിയൂർ ബോംബ് കേസ് അല്ലേ. ഇനി സവർണ ജാഥ ആരുടെയായിരുന്നു? മന്നത്ത് പത്മനാഭൻ. അറിയാമല്ലോ, മന്നത്ത് പത്മനാഭൻ്റെയാണ് സവർണ ജാഥ. ഇനി പട്ടിണി ജാഥ ആരാണ്? AKG ആണ് അല്ലേ. AKG ആണ്. AK ഗോപാലൻ. AKG കണ്ണൂർ ടു മദ്രാസ് വരെയാണ് ജാഥ പോയത് അല്ലേ. കണ്ണൂർ ടു മദ്രാസ് വരെയാണ് ഉള്ളത് യാത്രയുള്ളത്, ജാഥയുള്ളത്. പട്ടിണി ജാഥ AKG നയിച്ചതായിരുന്നു. അതൊക്കെ അറിയാം. നെക്സ്റ്റ് വൺ, തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം എന്നാണ്? തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം ഏതാണ്? ആൻസർ എന്താണ്? 1949 ആണ് തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം. ജൂലൈ 1, 1949 ആണ് തിരുക്കൊച്ചി സംയോജനം. ഓക്കെ, നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി ആരാണ്? അധ്യക്ഷനായിരുന്ന ഒരേയൊരു മലയാളി എന്ന് പറയുമ്പോൾ അത് ശങ്കരൻ നായർ, C ശങ്കരൻ നായർ. ഒരേയൊരു മലയാളി C ശങ്കരൻ നായർ എന്നോർത്തിരിക്കുക. ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ആത്മവിദ്യാ സംഘം അറിയാം. ആത്മവിദ്യാ സംഘം എന്ന് പറയുമ്പോൾ വാഗ്ഭടാനന്ദൻ. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആരാണ് അല്ലേ? ആൻസർ എന്താണ്? ശ്രീനാരായണ ഗുരു അല്ലേ. പല പാട്ടുകളിലും പല നമ്മൾ SNDP അവിടെയുള്ള നമ്മുടെ റെക്കോർഡിങ്സ് തന്നെ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് മറക്കില്ല ആരും. വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് പറഞ്ഞ ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച ഗ്രന്ഥം ഏതാണ്? ചട്ടമ്പി സ്വാമിയുടെ ഗ്രന്ഥം എന്താണ്? ചട്ടമ്പി സ്വാമി ഏതാണത്? അല്ല, ഒട്ടനോട്ടത്തിൽ പറയാൻ പറ്റും. എങ്ങനെയാണത്? പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമി. അവിടെ പ്രാചീന ചട്ടമ്പിയുടെ ചായയും അല്ലേ, എപ്പോഴും വെറൈറ്റി വരുന്നത് പ്രാചീനയും ചട്ടമ്പിയും നമുക്ക് ഓർക്കാം. പ്രാചീന ചട്ടമ്പി സ്വാമികൾ, അങ്ങനെ മറക്കാതിരിക്കാം. നെക്സ്റ്റ്, ആധുനിക കാലത്തെ മഹാത്ഭുതം അല്ലെങ്കിൽ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ച സംഭവം ഏതാണ്? ഏത് സംഭവമാണത്? ആൻസർ ക്ഷേത്രപ്രവേശന വിളംബരം അല്ലേ. ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ്? 1936. ഇപ്പോഴൊക്കെ വർഷം ചോദിക്കാറുണ്ട്, അതും കൂടി പഠിച്ചു പോവുക. 1936, അതായത് കാലഗണനാക്രമത്തിൽ എഴുതുക അല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വർഷം അറിയാമെങ്കിൽ നമുക്ക് വേഗം എഴുതാൻ പറ്റും. അത് 36 ക്ഷേത്രപ്രവേശന വിളംബരം. നെക്സ്റ്റ് വൺ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചത് ആരാണ്? ആൻസർ കുമാരഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. VT ഭട്ടതിരിപ്പാട് രചിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് പെടുക? അതെന്താണത്? നാടകമാണ് അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ C കേശവന് ബന്ധപ്പെട്ട ചരിത്ര സംഭവം ഏതാണ്? C കേശവൻ്റെത് ഏതാണ്? ചരിത്ര സംഭവം എന്ന് പറയുമ്പോൾ
കോഴഞ്ചേരി പ്രസംഗമാണ്. കോഴഞ്ചേരി പ്രസംഗമാണ് അല്ലേ 35 1935 ഏകദേശം വരുന്ന കോഴഞ്ചേരി പ്രസംഗമാണ്. ഇനി മനുഷ്യശരീരത്തിലെ വാരിയെല്ലുകളുടെ എണ്ണം എത്രയാണ്? വാരിയെല്ലുകളുടെ എണ്ണം എത്രയെന്നാണ് ചോദിച്ചേക്കുന്നത്. എത്ര എണ്ണം ഉണ്ട് വാരിയെല്ലുകൾ? ആൻസർ ഇവിടെ നമുക്കുണ്ട് ഉണ്ടല്ലേ. ആൻസർ ഓപ്ഷൻ എ 24 അല്ലേ. 12 ജോഡിയാണ് വാരി. അല്ല കുത്തിയിരുന്ന് നമുക്ക് എണ്ണി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, പഠിച്ചിട്ട് വേണം പോവാൻ. 24 കേട്ടോ. അല്ലെങ്കിൽ എണ്ണയല്ലേ വാരിയെല്ലെന്ന് പറയുമ്പോൾ കുത്തിയിരുന്ന എണ്ണ അല്ലേ. 24 12 ജോഡിയാണ് വാരിയെല്ലുകൾ എന്ന് പറയും. ആകെ എത്ര അസ്ഥികളുണ്ട് നമുക്ക്? 206 അസ്ഥികളുടെ എണ്ണം അല്ലേ. അതിൽ അനുബന്ധ അസ്ഥികളും ഉണ്ട്, അക്ഷാസ്ഥികളും ഉണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് 126 അതുപോലെ 80 എണ്ണം അക്ഷാസ്ഥികളുണ്ട്. അത് കൂട്ടുമ്പോൾ 206 ആവുന്നത്. 126 എന്ന് പറയുമ്പോൾ അതിനകത്ത് അനുബന്ധ അസ്ഥികളും 80 എണ്ണം അക്ഷാസ്ഥി കൂടങ്ങളും അടങ്ങിയതാണ് വരുന്നത് അല്ലേ. നട്ടലിൽ എത്ര കശേരുക്കളുണ്ട്? നമുക്ക് നട്ടലിലെ കശേരുക്കളുടെ എണ്ണം അല്ലേ. എത്ര വെർട്ടിബ്ര? ഇങ്ങനെ വെർട്ടിബ്ര എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ഒന്നിന് മുകളിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുന്നതാണ് നമ്മുടെ നട്ടലിൽ അല്ലേ. ഇടയ്ക്ക് ഗ്യാപ്പുണ്ട്, അവിടെ ഇങ്ങനെ ലിഗമെൻറ്റ്സ് പോലെ ഇങ്ങനെ സാധനങ്ങളുണ്ട് ഇടയ്ക്കുണ്ട്, അതുകൊണ്ട് നമുക്ക് വളയാൻ പറ്റുന്നത്. അപ്പോൾ കശേരുക്കൾ എന്ന് പറയുമ്പോൾ ഓരോ വെർട്ടിബ്രയാണിത്, ഇതിങ്ങനെ അടുക്കി വെച്ചേക്കുന്നത്. അങ്ങനെ 33 വെർട്ടിബ്ര നമുക്കുണ്ട്, 33 അല്ലേ. ഫസ്റ്റ് വൺ നമ്മൾ എന്താ പറയുക? അറ്റ്ലസ് അല്ലേ. നമ്മുടെ ഭൂപടമല്ല, അറ്റ്ലസ് എന്നാണ് പറയുക കേട്ടോ. അറ്റ്ലസ് ആണ് ഫസ്റ്റ് വെർട്ടിബ്ര, ഏറ്റവും നമ്മുടെ കഴുത്തിനോട് ചേർന്ന് വരുന്ന ഭാഗത്തുള്ള അല്ലേ. ഫസ്റ്റ് വെർട്ടിബ്ര നമ്മുടെ തലയൊട്ടിയോട് ചേർന്ന് വരുന്ന ഭാഗം ഫസ്റ്റ് വെർട്ടിബ്ര അറ്റ്ലസ് എന്ന് പറയും. ഏറ്റവും അവസാനം എന്ന് പറയും കോക്സിക് എന്ന് പറയും. ഏറ്റവും അവസാനം കോക്സിക് എന്ന് പറയും. കോക്സിക് ഇടയ്ക്ക് എഴുതിയാൽ മനസ്സിലാവുമല്ലോ. ഫസ്റ്റ് വൺ അറ്റ്ലസും ലാസ്റ്റ് വൺ കോക്സിക്കുമാണ് അല്ലേ. ആകെ 33 എണ്ണമാണ് നമ്മുടെ നട്ടലിലെ കശേരുക്കളില്ല എന്ന് പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഓരോ വെർട്ടിബ്രയ്ക്കും ഇടയ്ക്ക് കശേരുക്കൾ അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇങ്ങനെ ലിഗമെൻറ്റ്സ് പോലെ ഉണ്ട്, നമുക്കതുകൊണ്ട് വളയാൻ പറ്റുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ നില നിൽക്കത്തല്ലേ ഉള്ളൂ. അപ്പോൾ അത് 33 എണ്ണം അടുക്കി വെച്ച് നിർമ്മിച്ചേക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ അറ്റ്ലസ് കോക്സിക്. ഓക്കെ, അത്രയും കഴിഞ്ഞു. 206 അസ്ഥികളുള്ളത്. നെക്സ്റ്റ് വൺ, മനുഷ്യശരീരത്തിൽ യൂറി നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി കരളാണ്. യൂറിയ നിർമ്മിക്കപ്പെടുന്ന അവയവം ഏതാണ്? കരളാണ് അല്ലേ. അതായത് കരൾ നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ഏതാണ്? അമോണിയാണ്. കരളിൽ നമ്മുടെ ഭക്ഷണമൊക്കെ ദഹിച്ച് കഴിയുമ്പോൾ അവിടെ നിന്നും നിർമ്മിക്കപ്പെടുന്ന വിഷവസ്തു ഏതാണ്? ഒരു വിഷവസ്തു നിർമ്മിക്കപ്പെടുന്നുണ്ട്, അത് നിർമ്മിക്കപ്പെടുന്ന കരളാണ്. അതാരാണ്? അമോണിയാണ്. ഈ അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും കൂടി യോജിപ്പിച്ചാണ് അല്ലേ അത് കൂടിച്ചേരുമ്പോഴെന്തുണ്ടാവുക? യൂറിയ ഉണ്ടാവുക. അമോണിയയും കാർബൺ ഡൈ ഓക്സൈഡും സംയോജിച്ച് എന്തുണ്ടാകുന്നത്? യൂറിയ എന്ന വസ്തു ഉണ്ടാകുന്നത്. ഈ യൂറിയ നിർമ്മിക്കപ്പെടുന്ന അപ്പോൾ എവിടെയാണ്? കരളിലാണ്. കരളിൽ ഓൾറെഡി അപ്പോൾ ആര് നിർമ്മിക്കപ്പെടുന്നുണ്ട്? ഇവിടെ വരുന്നത് അമോണിയ എന്ന് പറഞ്ഞ വിഷവസ്തു നിർമ്മിക്കപ്പെടുന്നുണ്ട് അല്ലേ. അതെന്ത് ചെയ്യുന്നു? CO2 കാർബൺ ഡൈ ഓക്സൈഡ് സംയോജിക്കുന്നു, അങ്ങനെ യൂറിയ ഉണ്ടാകുന്നു. ഓക്കെ, എന്നാൽ ഇനി കരളിൽ നിർമ്മിക്കപ്പെടുന്ന മാംസ്യങ്ങളൊക്കെ ഉണ്ട്, പ്രോട്ടീൻസ് ഏതൊക്കെയെന്നറിയാം. ഏതൊക്കെ പ്രോട്ടീൻസ് വരിക? ഒന്ന് പ്രോത്രോംബിൻ, ഇംഗ്ലീഷ് എഴുതാം അല്ലേ. ഒന്ന് പ്രോത്രോംബിൻ, അടുത്തത് ഫൈബ്രിനോജൻ, മറ്റൊന്ന് ആൽബുമിൻ. പ്രോത്രോംബിനും ഫൈബ്രിനോജനും ആൽബുമിനും. പ്രോത്രോംബിനെ അറിയാമല്ലോ. പ്രോത്രോംബിൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ത്രോംബിൻ്റെ മുൻപ് അല്ലേ. പ്രോത്രോംബിനാണ് ത്രോംബിനായിട്ട് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്നതാണ് എന്ത്? പ്രോത്രോംബിൻ. ഫൈബ്രിനോജനും എന്താണ്? ആ സമയത്ത് കാണുന്നതാണ് ഫൈബ്രിനോജനും. ഏതാണ്? ഫൈബ്രിൻ ത്രെഡ്സ് ആയിട്ട് മാറേണ്ടത് അങ്ങനെയാണ് അല്ലേ. അങ്ങനെ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന രക്തം കണ്ടുപിടിക്കുന്ന സാധനം അതൊക്കെയാണ്. ഇനിയും ആൽബുമിൻ വേറെയുണ്ട്. അപ്പോൾ പ്രോത്രോംബിനും ഫൈബ്രിനോജനും അപ്പോൾ ആൽബുമിൻ ചേർന്നാണ് എന്ത്? കരളിൽ നിർമ്മിക്കപ്പെടുന്ന പ്രോട്ടീൻസ്. അതൊക്കെ അത് 3 എണ്ണമാണ്. ഓക്കെ, മറ്റൊരു സാധനം കൂടിയുണ്ട് കരളിൽ നിർമ്മിക്കുക അല്ലേ. സംഭരിച്ച് വെക്കുന്ന എന്താണ്? ഗ്ലൈക്കോജൻ. നമ്മൾ കഴിക്കുന്ന ഫുഡ് ദഹിച്ച് ഗ്ലൂക്കോസായി മാറും. അധികമുള്ളത് എന്തായിട്ടും സംഭരിക്കപ്പെടുന്നു? ഗ്ലൈക്കോജനായി സംഭരിക്കപ്പെടുന്നു. ഈ ഗ്ലൈക്കോജൻ എവിടെ സംഭരിക്കപ്പെടുക? കരളിലാണ് അല്ലേ. അപ്പോൾ കരൾ മഹാബലിനല്ലേ, വില്ലനല്ലേ, കരളിലാണ് സംഭരിക്കപ്പെടുക. ഫസ്റ്റ് വൺ ഞാൻ പറഞ്ഞു എന്താണ്? യൂറി നിർമ്മിക്കപ്പെടുന്ന എവിടെയാണ്? കരളിലാണ് എന്ന് പറഞ്ഞാൽ അമോണിയ എന്ന വിഷവസ്തു ഉണ്ടാകുന്ന എവിടെയാണ്? ആദ്യം കരളിലാണ്. കരളിനകത്ത് അവിടെ അതുണ്ടാക്കപ്പെടുന്നു. അപ്പോൾ CO2 കമ്പൈൻ ചെയ്യുന്നു, സംയോജിക്കുന്നു. അപ്പോൾ അത് യൂറിയായിട്ട് കരളിൽ തന്നെ അവിടെ നിന്ന് ഉണ്ടാക്കപ്പെടുന്നു. മറ്റ് പ്രോട്ടീൻസിൻ്റെ കാര്യം പറഞ്ഞ പ്രോത്രോംബിനും ഫൈബ്രിനോജനും ആൽബുമിനുമാണ് ഉണ്ടാവുക അല്ലേ. വേറൊന്നുകൂടി പറഞ്ഞതായിരുന്നു ഗ്ലൈക്കോജൻ, നമ്മുടെ കാർബോഹൈഡ്രേറ്റ് അത് സംഭരിക്കുന്നത്
കരളിലാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, കാൽസ്യത്തിൻ്റെ അപര്യാപ്ത നിർമ്മാണം ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? കാൽസ്യത്തിൻ്റെ അഭാവം ശരീരത്തിൻ്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെയാണ് ബാധിക്കുക? ആൻസർ മേൽപ്പറഞ്ഞവയെല്ലാമാണ്. രക്തം കട്ടപിടിക്കലും എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം, പേശി പ്രവർത്തനമെല്ലാം ആരാണ് സാധ്യമാക്കുക? കാൽസ്യം സഹായിക്കുന്നുണ്ട് അല്ലേ? രക്തം കട്ടപിടിക്കാൻ CA എങ്ങനെ സഹായിക്കുന്നുണ്ട്? ഈ ഫൈബ്രിനോജനും ആൽബുമിനും ഇല്ലതുപോലെ ഫൈബ്രിനോജൻ പ്രോത്രോമിനൊക്കെ വരുമ്പോൾ കാൽസ്യം കൂടി സഹായിച്ചെങ്കിൽ മാത്രമേ, വിറ്റമിൻ കെയും ഒക്കെ സഹായിക്കുമ്പോഴാണ് അവിടെ രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത്. ഓക്കെ. പേശി പ്രവർത്തനം പറയുമ്പോൾ നമ്മുടെ പേശികൾക്ക് കാൽസ്യത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് അറിയാം അല്ലേ? എല്ലിനും പല്ലിനും കാൽസ്യം ആവശ്യമുണ്ടെന്ന് അറിയാം. അപ്പോൾ ഇതൊക്കെ അതിനു വേണ്ടിയുള്ളതാണ്. ഇനി മനുഷ്യരക്തത്തിലെ ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഹീമോഗ്ലോബിനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ് അല്ലേ? ഇതിൽ ആൻസർ നമുക്ക് എന്താ വേണ്ടത്? പ്ലാസ്മയിൽ കാണപ്പെടുന്നതാണ് ഓർക്കുക അല്ലേ? ഹീമോഗ്ലോബിൻ എന്ന് പറയുമ്പോൾ അത് എവിടെയാണ് കാണുക? നമ്മുടെ രക്തകോശങ്ങളിലെ അരുണ രക്താണുക്കൾ അല്ലേ? ചുവന്ന RBC എന്ന് വേഗം പറയാം. RBC എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയുമ്പോൾ ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്നതാണെന്ത്? ഹീമോഗ്ലോബിൻ അല്ലേ? അതെപ്പോഴും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യുകയൊക്കെ ചെയ്യുന്നു അല്ലേ? അതിൽ കാണുന്ന ഇരുമ്പും കാണപ്പെടുന്നുണ്ട്. അപ്പം അതിൽ പ്ലാസ്മ എന്ന് പറയുമ്പോൾ അതിൽ മിനറൽസ് ഒക്കെ കാണപ്പെടുന്നത്. പ്ലാസ്മ ഭാഗം നമ്മൾ ബ്ലഡ് കട്ടിപിടിക്കുമ്പോഴത്തേക്കിന് അതിൽ നിന്ന് കട്ട പിടിക്കുമ്പോൾ അവിടെ രക്തകോശങ്ങൾ 3 ഉണ്ടാവും. ബാക്കി വരുന്ന സിറമാണെന്ത്? പ്ലാസ്മ എന്ന് പറയാം. അപ്പോൾ തന്നെ ഓർക്കാം, ചേതരക്താണുക്കളും അണുരക്താണുക്കളും പ്ലേറ്റ്ലെറ്റ്സും ഇവിടെ തന്നെയാണ്, രക്തകോശങ്ങളാണ്. ബാക്കി പ്ലാസ്മ മറ്റേ ഭാഗമാണ്. അത് തന്നെ ഓർത്തിന് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഹീമോഗ്ലോബിൻ ഇവിടെ കാണപ്പെടുന്നു. RBC മീൻസ് അതായത് അണുരക്താണുക്കളിലാണ് ഇത് കാണപ്പെടുക. ഇവിടെ ഉണ്ടല്ലോ, ചുവന്ന രക്താണുക്കൾ കാണപ്പെടുന്നു. മാംസ്യം ഇരുമ്പാണ് അടങ്ങിയിട്ടില്ലേ? ഇരുമ്പുണ്ട്. പിന്നെ ഓക്സിജനുമായി കമ്പൈൻ ചെയ്താണിത് എപ്പോഴും പോവുക. ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് പോകുന്നു, സെൽസിൽ പോകുന്നു, തിരിച്ച് CO2 ഉള്ളപ്പം അതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് തിരിച്ച് വന്ന് നമ്മുടെ ലങ്സിൽ വന്നിട്ട് പുറത്തേക്ക് കളയാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഏറ്റവും ഫസ്റ്റ് എഴുതിയേക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ D ആണ്. 1ഉം 4ഉം ആണ്. നെക്സ്റ്റ് വൺ, തന്നിരിക്കുന്നവയിൽ വെണ്ടയുടെ ഇനം ഏതാണ്? അനാമികയാണ് വെണ്ടയുടെ ഇനം. അന്തരീക്ഷത്തിലേക്ക് എത്തുന്ന കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം ഏതാണ്? ആൻസർ വാഹനങ്ങളിൽ നിന്നുള്ള പുകയാണ് CO2 കാർബൺ മോണോക്സൈഡിൻ്റെ പ്രധാന ഉറവിടം. താഴ്ത്തിരിക്കുന്നവയിൽ ഏത് സ്ഥലത്തെ കണ്ടൽക്കാടുകളിലാണ് കടുവകൾ കാണപ്പെടുന്നത്? പശ്ചിമ ബംഗാളിലാണ് കടുവകൾ കാണപ്പെടുന്നത്. ഇനി വിഘാടകർ എന്ന വിഭാഗത്തിൽപ്പെടുന്നതിനെ കണ്ടെത്തുക. വിഘാടകർ ഇവർ ഏതാണ്? തവളയുണ്ട്, താമരയുണ്ട്, ഞണ്ടുണ്ട്, ബാക്ടീരിയ. ഇതിൽ വിഘാടകരാരാണ്? ബാക്ടീരിയയാണ് വിഘാടകർ അല്ലേ? ബാക്ടീരിയയാണ് വിഘാടകർ. അതായത് മൃതശരീരങ്ങളെ ജീർണിച്ചവയൊക്കെ വിഘടിപ്പിച്ച് മണ്ണിനോട് ചേർത്ത് അജൈവ ഘടകങ്ങളാക്കി മാറ്റുന്നവരാണ് വിഘാടകരാണ്. മൃതശരീരങ്ങളൊക്കെ വിഘടിപ്പിച്ചിട്ട് മണ്ണോട് ചേർക്കുന്നവരാണ് വിഘാടകരാണ്. അവർ ആരറിയപ്പെടുന്നു? ബാക്ടീരിയ അല്ലേ? സൂക്ഷ്മജീവികളാണ്. ബാക്ടീരിയകളടക്കമുള്ള സൂക്ഷ്മജീവികളാണ് അതിനെ വിഘടിപ്പിച്ച് മാറ്റുക. അപ്പോൾ അതിനകത്ത് ഉൽപ്പാദകരുണ്ട്, അറിയാമല്ലോ, ഉൽപ്പാദകർ. ദെൻ ഉപഭോക്താക്കൾ. അത് കഴിഞ്ഞാൽ വരിക വിഘാടകരായ വിഭാഗത്തിൽ വരിക. ഉൽപ്പാദകർ ആഹാരം പാചകം ചെയ്യുന്നു. ഹരിതസസ്യങ്ങളാണ് പാചകം ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അടുപ്പ് വെച്ച് കത്തിക്കുകയാണല്ല. പിന്നെ എന്താണ് ഹരിതസസ്യങ്ങൾ എന്ന് പറയുമ്പോൾ? ഹരിതകം ഉപയോഗിക്കുന്നു അല്ലേ? അതുപോലെ എന്താ അവരേക്ക് ഉപയോഗിക്കുക? സൂര്യപ്രകാശം അല്ലേ? ജലം, കാർബൺ ഡൈ ഓക്സൈഡൊക്കെ ഉപയോഗിച്ചവർ ഫുഡ് ഉണ്ടാക്കുന്നു. മീൻസ് അന്നജം ഉണ്ടാക്കുന്നു. അത് മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയും സ്റ്റോർ ചെയ്യുകയും ചെയ്യുന്നു. അവരെ കഴിക്കുന്നവരെല്ലാം ഉപഭോക്താക്കളല്ലേ എന്ന് പറയുമ്പോഴത്ത് സസ്യപ്പൊക്ക് വരുന്നുണ്ട്, മാംസപ്പൊക്ക് വരുന്നുണ്ട്, മിശ്രഭോജികൾ വരുന്നുണ്ട്. അത് കഴിയുമ്പോൾ അവർ ജീർണിച്ച് മൃതശരീരമാകുമ്പോൾ എന്താ അതിനെ വിഘടിപ്പിക്കുന്നവരാണ് വിഘാടകരാണ് അല്ലേ? ഇപ്പോൾ വരുന്ന ക്വസ്റ്റ്യൻസൊക്കെ വിഘാടകരെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് LDCക്ക് പോലും വരുന്നുണ്ട്. അപ്പോൾ പഠിക്കുക. അപ്പോൾ വിഘാടകർ എന്ന് പറയുമ്പോൾ മൃതശരീരങ്ങളെ ജീർണിപ്പിച്ച് മണ്ണിനോട് ചേർക്കല്ല അജൈവ ഘടകങ്ങളാക്കി മാറ്റുന്നവരാണെന്ത്? വിഘാടകർ എന്ന് പറയും. അപ്പോൾ അത് ബാക്ടീരിയ അടക്കം വരുന്ന സൂക്ഷ്മജീവികളാണത് ചെയ്തുകൊണ്ടിരിക്കുക. നെക്സ്റ്റ് വൺ, ലോകത്ത് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഇന്ത്യയാണ് ഏറ്റവും അധികം ചണം ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം. നെക്സ്റ്റ് വൺ, ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ
വ്യത്യസ്ത ആറ്റങ്ങൾ വിളിക്കുന്ന പേരെന്താണ്? ഐസോടോപ്പുകൾ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കാം? ഐസോടോപ്പുകൾ എന്നാണ് അവയെ വിളിക്കുക. ഐസോടോപ്പുകൾ എന്നാണ് വിളിക്കുക. എന്നാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക നമ്പറുമുള്ള വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഐസോബാറുകൾ എന്ന് പറയാം. ഒരെണ്ണം മാത്രം പറയാം. ഇവിടെ ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിൻ്റെ വ്യത്യസ്ത ആറ്റങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകൾ അല്ലേ, ട്രിഷ്യം അങ്ങനെയൊക്കെ വരുന്നില്ലേ, അതുപോലെ തന്നെ കാർബണിൻ്റെ ഐസോടോപ്പുകൾ, അതെല്ലാം എന്താണ്? ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമാണ്. എന്നാൽ ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറും അടങ്ങിയ മൂലകങ്ങൾ എന്താണ്? ഐസോബാറാണ്. അപ്പം ഐസോബാറുകളും ഐസോടോപ്പുകളും എന്താണെന്ന് നോക്കുക. ബാക്കി എല്ലാവരും പറഞ്ഞ് കൺഫ്യൂഷൻ ആവണ്ട. ഓക്കെ. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക പീരിയോഡിക് നിയമം. ആൻസർ മോസ്ലിയാണ്. ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ മോസ്ലിയാണ്. ഡൊബറൈനർ എന്ന് ഒരു പേരുണ്ട്. ഡൊബറൈനർ എന്ന് പറയുമ്പോൾ ആരാണ്? ട്രയാഡ്സ് നിയമം, ലോ ഓഫ് ട്രയാഡ്സിൻ്റെ ആണ്. ഡൊബറൈനർ മാത്രം ലോ ഓഫ് ട്രയാഡ്സ് ആണ്. ട്രയാഡൊക്കെ ചോദിക്കാറുള്ള ത്രികങ്ങൾ എന്നൊക്കെ പറയല്ലേ, ട്രയാഡ്സ് ചോദിച്ചിട്ടുണ്ട്. ഡൊബറൈനർ എന്ന് പറയുമ്പോഴത് ട്രയാഡ്സ് അല്ലേ. ആധുനിക ക്രമാവർത്തന നിയമം മോസ്ലി തന്നെയാണ് അല്ലേ. ആധുനിക ക്രമാവർത്തന നിയമം മോസ്ലിയാണ്. ഡൊബറൈനർ ഒന്ന് ഓർത്തിരിക്കുക. ട്രയാഡ്സ് ത്രികങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ ഡൊബറൈനർ ട്രയാഡ്സ് എന്ന് ഓർത്തിരിക്കാൻ പറ്റും അല്ലേ. നെക്സ്റ്റ് വൺ, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏത് തന്നെയാണ്? ആൻസർ നമുക്ക് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ സി ആണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് അല്ലേ. മൂലകം ഏതാണ്? ഓക്സിജൻ. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഓക്സിജൻ. എത്ര കാണുന്നുണ്ട്? 46.6% അല്ലേ. ഓക്സിജൻ 46.6% ആണ് ഓക്സിജൻ കാണപ്പെടുക. നെക്സ്റ്റ് വൺ ഏതായിരിക്കണം? സിലിക്കണാണ്. ഫസ്റ്റ് ഓക്സിജൻ, നെക്സ്റ്റ് സിലിക്കണാണ്. ഇനി ഇവിടെ പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഇവിടെ നോക്കുക, മൂലകം ഉപയോഗിച്ചുകൊണ്ടാണ് നമുക്ക് ഓക്സിജൻ എഴുതേണ്ടി വരിക. ഓക്കെ. ഇനി പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഹൈഡ്രജൻ. ഇനി അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം ഏതാണ്? നൈട്രജൻ. അന്തരീക്ഷവായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയതാണ് നൈട്രജനാണ്. ഭൂവൽക്കത്തിൽ അടങ്ങിയത് ഏതാണ്? ഓക്സിജൻ. ഓക്കെ, വ്യത്യാസങ്ങൾ അവിടെയുണ്ട്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ അയണിൻ്റെ അയിര് ഏതാണ്? അയണിൻ്റെ അയിര് ഏതാണ്? ആൻസർ ഹേമറ്റൈറ്റ് അല്ലേ. ആദ്യമായി നിർമ്മിക്കപ്പെട്ട കൃത്രിമ നൂൽത്തരം ഏതാണ്? ആൻസർ നൈലോൺ. ഓപ്ഷൻ എ നൈലോൺ. ദർപ്പണത്തിൽ പതിക്കുന്ന രശ്മിയുടെ പതന കോൺ 60 ഡിഗ്രി ആണെങ്കിൽ പ്രതിപതന കോൺ എത്രയായിരിക്കും? ആൻസർ 60 ഡിഗ്രി. നെക്സ്റ്റ് വൺ, മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം ഏതാണ്? ആൻസർ എന്താണ്? നമുക്ക് പ്രതലബലമാണ്. മഴത്തുള്ളിയുടെ ഗോളാകൃതിക്ക് കാരണമായ ബലം പ്രതലബലമാണ്. അതായത് ഒരു ദ്രാവക പാടയോ അല്ലെങ്കിൽ ദ്രാവകോപരിതലത്തിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ, ഒരിതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ, ഒരു ദ്രാവക പാടയുടെ അല്ലെങ്കിൽ അതിൻ്റെ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി ഉളവാക്കുന്ന ബലമാണെന്ത്? പ്രതലബലം. മറ്റുദാഹരണം നമുക്ക് എന്താ പറയാം? സോപ്പ് ചേർക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയുക ചെയ്യുക. അതുപോലെ നമ്മളെന്ത് ചൂടാക്കിയ അല്ലേ, ചൂട് കൂടുമ്പോൾ പ്രതലബലം കുറയുന്നു. അപ്പോൾ ഇവിടെ മഴത്തുള്ളികളുടെ ഗോളാകൃതി കാരണമായ ബലം എന്താണ്? പ്രതലബലമാണ് അല്ലേ. പ്രതലബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദ്രാവക പാടയോ ദ്രാവകപുരത്തിൻ്റെയോ വിസ്തീർണം പരമാവധി കുറയ്ക്കാൻ വേണ്ടി കൊടുക്കുന്ന ബലമാണെന്ത്? പ്രതലബലം. അല്ലെങ്കിൽ എന്താ പറയുക? സർഫസ് ടെൻഷൻ അല്ലേ. പ്രതലബലം, സർഫസ് ടെൻഷൻ. ഗോളാകൃതി കാരണ ബലം എന്താണ്? സർഫസ് ടെൻഷൻ, പ്രതലബലമാണ് അല്ലേ. മഴത്തുള്ളി നിൽക്കാൻ, ഗോളാകൃതി പ്രാപിക്കാൻ ഉണ്ടായ കാരണം, സർഫസിലെ കാരണം എന്താണ്? പ്രതലബലമാണ് അതിൻ്റെ കാരണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ശബ്ദം ഏറ്റവും വേഗതയിൽ സഞ്ചരിക്കുന്നത് ഇതിൽ കൂടിയാണ്? ആൻസർ ഖരവസ്തുക്കൾ. ഇതിൽ കൂടിയാണ് ഖരവസ്തുക്കൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ
സഞ്ചരിക്കുക. ഏറ്റവും കൂടുതൽ എന്താണ്? ഖരവസ്തുക്കളുടെ കൂടിയാണ് സഞ്ചരിക്കുക. നെക്സ്റ്റ് വൺ, ഏറ്റവും കുറവ് ഏതിൽ കൂടിയായിരിക്കണം? ഏറ്റവും കുറവെന്ന് പറയുമ്പോൾ വാതകത്തിൽ കൂടി അല്ലേ? ഏറ്റവും കുറവ് വാതകമാണ്, അത് പറഞ്ഞില്ല. ഖരവസ്തുവിൽ ഏറ്റവും കൂടുതലാണെങ്കിൽ വാതകത്തിലാകുമ്പോഴത്തേക്കും കുറഞ്ഞു. 2 പോയിൻ്റ് അങ്ങനെ ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, ജലത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ, വാട്ടറിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? വെള്ളത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതൽ എപ്പോഴാണ്? ആൻസർ നമുക്കറിയാം, എന്താണ്? 4 ഡിഗ്രി. ഇതൊക്കെ പഴയ ക്വസ്റ്റ്യൻസ് കേട്ടോ, ഓർത്തിരിക്കുക. 4 ഡിഗ്രി സെൽഷ്യസ് ആണ്. നെക്സ്റ്റ്, മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്താൽ വസ്തുവിൻ്റെ ഗതികോർജം എന്താവുന്നു? ഇരട്ടിയാകുന്നു. വസ്തുവിൻ്റെ ഗതികോർജം ഇരട്ടിയാകുന്നു. മാസ് പകുതിയാവുകയും പ്രവേഗം ഇരട്ടിയാവുകയും ചെയ്യുമ്പോൾ വസ്തുവിൻ്റെ ഗതികോർജം എന്താവുന്നു? ഇരട്ടിയാവുന്നു. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് മീ. നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാം. താങ്ക് യു.